ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പാമ്പ് ചെടി അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് സാൻസീവേരിയം എന്നുള്ളൊരു പ്ലാന്റാണ്. പല വെറൈറ്റി പേരുകളിൽ അറിയപ്പെടുന്നൊരു പ്ലാന്റാണിത്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റിയിട്ട് നല്ലൊരു പ്ലാന്റാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. നമ്മുടെ വീടിന് തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്നൊരു പ്ലാന്റും കൂടിയാണ്. പല വെറൈറ്റി കളർ വേരിയേഷൻസിലും വെറിഗേറ്റഡ് ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരുപാട് വളപ്രയോഗത്തിൻ്റെയും അതുപോലെ തന്നെ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു ചെടി കൂടിയാണ്. വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാട്ടർ പ്ലാന്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം. ഈ ഒരു സ്നേക്ക് പ്ലാന്റ് തന്നെ പല വെറൈറ്റി ഉണ്ട്. ഇതൊരു വേറൊരു വെറൈറ്റിയാണ്, ഒരു സിലിണ്ട്രിക്കൽ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും. ഓരോ സ്നേക്ക് പ്ലാന്റിനും ഓരോ പേരിൽ അറിയപ്പെടുന്നുണ്ട്. നമുക്ക് വെറിഗേറ്റഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെ 2 കളറിൽ വെറൈറ്റി ആയിട്ട് ഉള്ളൊരു സ്നേക്ക് പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രീനിൽ തന്നെ ഒരു ആഷ് ടച്ച് വരുന്നൊരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡോർഫായിട്ട് ഇതുപോലെ അധികം നീളം വെക്കാത്ത കുറച്ച് സ്നേക്ക് പ്ലാന്റ് വരുന്നുണ്ട്. അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നീളം വെക്കാത്ത കുറച്ച് ഡോർഫായിട്ട് വരുന്നത് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. ചെറിയ ലീഫുകളായിരിക്കും. അതുപോലെ തന്നെ അധികം പൊക്കം വെക്കാതെ ഈ ഒരു വലുപ്പത്തിൽ തന്നെ വരുന്നതായിരിക്കും. ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എയർ പ്യൂരിഫയർ ആണ്. ഓക്സിജനെ ശുദ്ധീകരിക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ചെടിയാണ്. നമുക്കിത് വാട്ടർ പ്ലാന്റ് ഒക്കെ ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു മൂത്ത തണ്ട് നോക്കി വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ആഴ്ച 4 ആഴ്ചേൻ്റെ ഉള്ളിലൊക്കെ വേര് വരുന്നതായിരിക്കും. അങ്ങനെ നമുക്കിത് പിന്നെ മണ്ണിൽ കുഴിച്ചിടാവുന്നതാണ്. അതെല്ലാം വാട്ടറിൽ മാത്രം പ്രൊപ്പഗേറ്റ് ചെയ്ത് നല്ല പോട്ടുകളിലൊക്കെ ആക്കിയിട്ട് വീടിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്തിട്ടുള്ളൊരു സ്നേക്ക് പ്ലാന്റിൻ്റെ ലീഫാണ്. ഏകദേശം ഒരു മാസം പോലെയൊക്കെ നമ്മളിത് വെച്ചിട്ട് കണ്ടില്ലേ, ഇതിൻ്റെ നടുവിന് വേര് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വേരുണ്ടാവുന്നത്. ഇപ്പം നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വെക്കാം. നമുക്കൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ നല്ല ഫാസ്റ്റായിട്ട് നല്ല ഭംഗിയിലും ഇലകളുടെ ഒരു കളർ വേരിയേഷൻസൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവുന്നതാണ്. ഇത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളൊരു സ്നേക്ക് പ്ലാന്റ് ആണ്. അതായത് ടെറസിൻ്റെ മുകളിൽ ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ അത്യാവശ്യം വെയിലടിക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു പോട്ട് നോക്കിയാൽ അറിയാം, ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട്. ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേകത അതാണ്, പെട്ടെന്ന് തൈകൾ ഉണ്ടാവും. ഇതൊക്കെ പുതുതായിട്ട് ഉണ്ടായി വന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ഇങ്ങനെ തൈകൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കിത് മാറ്റി നട്ടിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. തൈ കുഴിച്ചിട്ടിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്ത് കുഴിച്ചിട്ടിട്ടൊക്കെ നമുക്ക് പുതിയതായിട്ട് ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ലീഫുകളുടെ ഈ ഒരു ഭംഗി കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചെടി വളർത്തി പോരുന്നതെങ്കിലും ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്കങ്ങനെ പൂ ഉണ്ടായതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഒരു പോട്ടി മിക്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണിൽ വേണം ഇത് നടാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ ഉപയോഗിച്ചത് ചാണകപ്പൊടി അതുപോലെ തന്നെ ഗാർഡനിങ് സോയിലൊക്കെയാണ്. ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ചെടിക്ക്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ തളിച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഈ ഒരു ചെടി ഈ ഒരു ഹെൽത്തി ആയിട്ട് വളരില്ല. ഇൻഡോറായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മളെ പോട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി വെള്ളം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പൂവിട്ട ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ആദ്യമായിട്ടാണ് നമുക്ക് പൂവുണ്ടാകുന്നത്, അന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ വീടിൻ്റെ പുറത്ത് ഔട്ട്ഡോർ ആയിട്ട് വെച്ചൊരു സ്നേക്ക് പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ലൊരു പ്രായമുള്ള സ്നേക്ക് പ്ലാന്റ് ആണ്. അപ്പോൾ അതിലാണ് നമുക്ക് പൂവിട്ടിട്ടുള്ളത്. ഇതുപോലൊരു പൂവാണ്, ചെറിയൊരു വലിയ കമ്പായി വന്നിട്ട് അതിൽ ഈ ഒരു തരത്തിലുള്ള പൂവാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റിൽ നിന്ന് പൂവുണ്ടായിട്ട് കാണുന്നത്. അപ്പോൾ അതുപോലെ നല്ല മൂപ്പെത്തിയ സ്നേക്ക് പ്ലാന്റ് ആകുമ്പം പൂക്കൾ ഉണ്ടാവാറുണ്ട്. ഇത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് ആണ്. നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ സ്നേക്ക് പ്ലാന്റ് അതുപോലെ തന്നെ കാലങ്ങളോളം നമുക്ക് ഉണ്ടായി കിട്ടുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കുറേ കാലം അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നേക്ക് പ്ലാന്റിൻ്റെ കളക്ഷനും ഇതിൻ്റെ വിശേഷമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.